പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും പ്രയത്നങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും ഞങ്ങളുടെ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എല്ലാ വിടുതലും സ്വാതന്ത്ര്യവും നൽകി സൗഖ്യത്തിലേക്കും വിമോചനത്തിലേക്കും ആനയിച്ച് വിജയവും സാമ്പത്തിക ഭദ്രതയും വളർച്ചയും ജോലിയും എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതകളും കർത്താവ് ചെയ്ത പ്രവൃത്തികളും അറിഞ്ഞ് നമ്മൾ അവകാശപ്പെട്ട് സ്വന്തമാക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ്, ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട. യഥാർത്ഥമായ രക്ഷ ഈ ക്രൂശിതനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൂശിത രൂപത്തെ നമ്മൾ ധ്യാനിച്ച് ഈ കുർബാനയെ നമ്മൾ അനുഭവിച്ച് രക്താർപ്പിത ബലി, ഈ ശപിക്കപ്പെട്ട മരണം, ഈ കടങ്ങൾ വീട്ടുന്ന ബലി അർത്ഥം മനസ്സിലാക്കി നമ്മൾ സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെ നമ്മൾ അതുപോലെ അറിഞ്ഞ് സ്നേഹിക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു മേഖല സിറോ മലബാർ വിശുദ്ധ കുർബാനയിലും അതോടൊപ്പം തന്നെ മലങ്കര കുർബാനയിലൊക്കെ ഒരു പലവട്ടം കേൾക്കുന്നൊരു കാര്യമാണ് കടങ്ങളുടെ പൊറുതി, പാപത്തിന്റെ മോചനം. അത് വലിയ മേഖലയാണ്. അതിനെ കുറിച്ച് പണ്ട് ഒരിക്കൽ ഈ കടങ്ങളുടെ മേഖലയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം. കടങ്ങളുടെ പൊറുതി എന്താണ്? കടങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കടങ്ങളെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കടങ്ങൾ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കടങ്ങൾ. ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല. ചെയ്യരുതെന്ന് പറഞ്ഞു, ചെയ്തു. ഇത് വലിയൊരു അവസ്ഥയാണ് മനുഷ്യന്റെ. കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ, കഴിഞ്ഞ ഞാൻ പുസ്തകത്തിൽ വായിക്കാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാം സൃഷ്ടിച്ച് നൽകി, എല്ലാം ഞാനാ കൊടുത്ത, എന്നിട്ട് അവർ എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സ്നേഹിക്കും. എന്നെ ഒഴിച്ച് എല്ലാത്തിനെയും സ്നേഹിക്കും. എന്നെ വെറുത്തിട്ട് ബാക്കി എല്ലാവരെയും ചേർത്ത് പിടിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യണം. ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മൾ വളരാൻ വേണ്ടി, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പറഞ്ഞു. ഉദാഹരണം പറയാം, കർത്താവ് പറഞ്ഞു, മക്കളെ, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കണം. ചെയ്യാൻ പറഞ്ഞു. ഈശോയെ സ്വീകരിക്കാണ്ട് ജീവനുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറഞ്ഞു. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഈശോയെ കൂടെ നിർത്താൻ പറഞ്ഞു. നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പുരോഹിതര്, ഏറ്റവും വലിയ വേദന പുരോഹിതരെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ചെയ്തോ? ബാക്കി എല്ലാത്തിനും ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. വേറെ എല്ലാത്തിനെ സ്നേഹിക്കും, ലോകത്തെ സ്നേഹിക്കും, ശരീരത്തെ സ്നേഹിക്കും, എല്ലാം സ്നേഹിക്കും. പക്ഷെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ എന്ത് എഫർട്ട് എടുക്കുന്നുണ്ട്. ചേട്ടൻ കൂടെ ഇരിക്കുക, ബലിയർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഈ ബന്ധത്തിൽ വളരാനുള്ള പരിശ്രമം ചെയ്യാത്ത മക്കൾ നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും നമ്മുടെ പൗരോഹിത്യത്തിലും സമർപ്പണ ജീവിതത്തിലും ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല. ബാക്കി എല്ലാ കാര്യം ചെയ്യേണ്ടത്. മക്കളുണ്ടാകട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു. ദൈവം പറഞ്ഞു, ജെറമ്യാ പ്രവാചന പുസ്തകം 29-ാം അധ്യായത്തിലെ 6-ാം വചനത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലെ 1:28 കർത്താവ് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴ്പ്പെടുത്തുവിൻ. ചെയ്യാൻ പറഞ്ഞു, പെരുകു. ജെറമ്യാ 29:6 പറയാ, നിങ്ങൾ വിവാഹം കഴിക്കുവിൻ, നിങ്ങൾക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, സംഖ്യ കുറഞ്ഞു പോകരുത്, പെരുകാൻ പറഞ്ഞു. ആര് പെരുകി? മക്കളില്ല.
എൻ്റെ മക്കളെ ചെയ്യാൻ പറഞ്ഞു ഒത്തിരി കാര്യം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, ചെയ്യാൻ പറഞ്ഞു ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യും മക്കളെ. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്ക്, ദൈവത്തെ ആരാധിക്ക്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്ക്, സ്നേഹിക്ക്. ആരും ചെയ്തു അത് ചെയ്യാതെ പോയി അവസാനിച്ചൊന്ന് കരുതണ്ട. അതിന്റെ കടം ഒടുക്കത്തെ കടം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ മക്കൾ നഷ്ടപ്പെടുത്തുന്ന മാർക്ക് ആ കുഞ്ഞിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒടുക്കത്തെ കടവാ. കർത്താവിന് വരാൻ പറ്റുന്ന സമയം ഉപയോഗിക്കാതെ വളരാതെ പോകുന്നത് കൊടുത്തു വീട്ടാൻ പറ്റുമോ? കടങ്ങളേറെ. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തതിന്റെ കടം. കർത്താവ് പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ്, ദൈവം യോജിപ്പിച്ചതാ, മനുഷ്യ വേർപ്പെടുത്തരുത്. വ്യഭിചാരമരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, ഒത്തിരി കാര്യങ്ങൾ അരുത്. മാതാപിതാക്കൾ കണ്ണീര് വീഴ്ത്തരുത്, അങ്ങനെ ഗർഭചിത്രം അരുത്, അന്യമതസ്ഥരുമായിട്ട് മിശ്രവിവാഹം അരുത്, പച്ച കുത്തരുത്, എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് അരുതെന്ന് പറഞ്ഞ്. എന്നാൽ ഇന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ട് എടുക്കും. അതിൻ്റെ കടം. എൻ്റെ മക്കളെ, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ സഭയിലേക്ക് നോക്കുമ്പോൾ, സഭയിലൊക്കെ കടം കയറി മുടിഞ്ഞു കിടക്കുക. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പിതാക്കന്മാരും ചെയ്യില്ല, അച്ഛന്മാരും ചെയ്യില്ല, സിസ്റ്റേഴ്സും ചെയ്യില്ല, ഇടവകയും ചെയ്യില്ല, സഭയും ചെയ്യില്ല എന്ന വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ക്രൂശിതനെ പ്രഘോഷിക്കാൻ പറഞ്ഞു, കുരിശുമരണത്തെ പ്രഘോഷിക്കാൻ പറഞ്ഞു, അതിനും സമയമില്ല. ബാക്കി കാര്യങ്ങൾ മറ്റേ PhD എടുക്കുന്നു, ഡോക്ടറേറ്റ് എടുക്കുന്നു, MBA പഠിക്കുന്നു, അല്ലെങ്കിൽ ആശുപത്രിയിൽ പഠിക്കുന്നു, അതൊക്കെ ഉണ്ട്. ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. ഇതിന്റെ കടം കയറി മുടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിലും സഭയിലും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് നിഷ്പക്ഷമായിട്ട് ദിവ്യകാന സന്നദ്ധയിൽ ഈ കടത്തിന്റെ മേഖല ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. ആ കടം കയറിയാൽ കടബാധ്യത, അതിന്റെ മേൽ പിശാച് അധികാരം കിട്ടും. ഈ ഒരു കടബാധ്യതയുണ്ട് മക്കൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത. അതുകൊണ്ട് തന്നെ ഈ കടങ്ങളുടെ പൊറുതിക്കും പാപത്തിന്റെ മോചനത്തിനുമായിട്ടാണ് ഈശോ ബലി അർപ്പിച്ചത്. അതുകൊണ്ട് നമ്മള് കുർബാനയിൽ പല സ്ഥലത്തും പറയും, സകലത്തിന് നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. ഇനി ഒത്തിരി സ്ഥലത്ത് നിങ്ങൾ കേട്ടോ, ഒത്തിരി സ്ഥലത്ത് അവസാനം അനുതാപ ശുശ്രൂഷയിലും പറയും, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. അവസാനം വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇതിന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും. വിശുദ്ധ കുർബാന അതിനു വേണ്ടിയുള്ളതാ. കടങ്ങൾ ഏറെയുണ്ട് മക്കളെ, പൊറുതി ഈ കുർബാനയില, പാപത്തിന്റെ മോചനം വിശുദ്ധ കുർബാനയില. കടങ്ങൾ കയറി മുടിഞ്ഞ് കടബാധിത നശിച്ച് അടങ്ങി ജപ്തിയായിട്ട് പിശാചിന്റെ പിടിയിൽ അമർന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഈ തലമുറയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ജോലി മേഖല, ഇതെല്ലാം കടത്തിന്റെ ഭാരം ഭയങ്കരം. പറയാൻ സമയമില്ല. കടത്തിന്റെ ഭാരം പേറി തടസ്സപ്പെട്ട് കിടക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. അതൊറ്റ പരിഹാരമുള്ളൂ, കർത്താവിന്റെ കുരിശിലെ ബലി. എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കടങ്ങളെ ഏറ്റെടുത്ത്, ശിക്ഷകളെ ഏറ്റെടുത്ത്, അപമാനങ്ങളെ ഏറ്റെടുത്ത്, എല്ലാ മുറിവുകളും ഏറ്റെടുത്ത്, എല്ലാ നിന്ദനങ്ങളും ഏറ്റെടുത്ത്, നമ്മുടെ കടങ്ങൾക്ക് വേണ്ടി എല്ലാ കടങ്ങളും സ്വയം ഏറ്റെടുത്ത കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞു, മക്കളെ എല്ലാം പൂർത്തിയായി. കടങ്ങൾ വീട്ടിക്കൊണ്ട് കർത്താവ് അർപ്പിക്കുന്ന ഈ പൂർത്തി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കടങ്ങളൊക്കെ വീട്ടി എല്ലാം പൂർത്തീകരിക്കുന്ന കർത്താവിന്റെ ബലി ഈ നിയോഗം വെച്ച് അർപ്പിക്കണം. ഒപ്പം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേക്കണം, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേക്കരുത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് വേണം കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇന്ന് നമ്മുടെ മക്കൾക്ക് കല്യാണമേ വേണ്ട. ഇനി കല്യാണം കഴിച്ച മക്കള് വേണ്ട, 1 മതി, 1.5 മതി, 2 മതി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പല സംഭവങ്ങളും ഞാൻ പറയണില്ല. പ്രിയ മക്കളെ, കർത്താവ് പറഞ്ഞത് ചെയ്തേക്കാം. അച്ഛന്മാരാണേലും പിതാക്കന്മാരാണേലും കുടുംബത്തിലാണേലും അല്ലെങ്കിൽ കടവ. ഇന്ന് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, സഭയിലൊക്കെ കടങ്ങൾ കയറി മുടിഞ്ഞു കിടക്കണ അവസ്ഥ. പിതാക്കന്മാർ കടബാധ്യത, അച്ഛന്മാരുടെ കടബാധ്യത, സന്യാസ ഭവനങ്ങളുടെ കടബാധ്യത ഒത്തിരി ഉണ്ട് മക്കളെ. അതുകൊണ്ട് പറഞ്ഞ തീരാത്ത നമ്മൾ ശരിക്കും ഇതൊക്കെ വെച്ച് ദിവ്യകാന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഓരോ മേഖലകൾ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരിക. കടബാധ്യതയുടെ മേഖല, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത വൈദികര്,
സന്യസ്തര്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്ത വൈദികര്, സന്യസ്തര്, മദ്യപാനം, കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, കറങ്ങാപ്പൊക്ക്, ലോകാരൂപി, എന്തൊക്കെയാ പറയാ മക്കളെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത്, കർത്താവിന്റെ ബലിയെ ഓർത്ത്, കുർബാനയുടെ ദിവ്യമായ രഹസ്യത്തിൽ കടങ്ങളുടെ പൊറുതിക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ദിനം കർത്താവ് കരുണയായിരിക്കട്ടെ. കർത്താവിന്റെ കരുണയല്ലാതെ കടങ്ങൾ വീട്ടാൻ വേറെ വഴിയൊന്നുമില്ല മക്കൾ. ഈ കടങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ പലരും തടസ്സപ്പെട്ടിരുന്നത്. മക്കളുടെ പഠനത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, സാമ്പത്തിക മേഖലയിൽ, കുടുംബജീവിതത്തിൽ, പൗരോഹിത്യത്തിൽ കലഹവും ഒച്ചപ്പാടും ബഹളും പിശാചിന് കയറി വരാൻ ഈ കടങ്ങൾ ഇടയായി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക, കടങ്ങളുടെ പുറത്തേക്കായിട്ട് ബലി അർപ്പിച്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഇനി നിങ്ങളെ ഒറ്റയ്ക്ക് എന്നൊക്കെ ചിന്തിക്ക്, ധ്യാനിക്ക്. കർത്താവ് വെളിപ്പെടുത്തി തരും ഒത്തിരി മേഖലകൾ. ഈശോ അനുഗ്രഹിക്കട്ടെ. ദീപികാന സന്നദ്ധിയിൽ കടങ്ങളുടെ പുറത്തേക്കായി കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഒത്തിരിയേറെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് കർത്താവേ. കാരണം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ പൗരോഹിത്യത്തിലും ശുശ്രൂഷ ജീവിതത്തിലുമൊക്കെ കർത്താവെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കടങ്ങൾ ഏറെ കുമിഞ്ഞു കിടക്കുന്നുണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കടങ്ങളും ഒത്തിരി കുമിഞ്ഞു കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, പൗരോഹിത്യത്തിൽ, കർത്താവ് എൻ്റെ വ്യക്തിപരമായ പൗരോഹിത്യ ജീവിതത്തിൽ, പഠനത്തിൽ, കർത്താവെ ശുശ്രൂഷ മേഖലയിൽ കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏറെ ചെയ്തിട്ടുമുണ്ട്. ഈശോയെ, എന്നെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയാണ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങളുടെ കടബാധ്യതകൾ എല്ലാം അങ്ങ് സ്വയം ഏറ്റെടുത്തു. ഞങ്ങളുടെ മുറിവുകൾക്ക് വേണ്ടി അങ്ങ് മുറിവേറ്റു. ഞങ്ങൾ ഏൽക്കേണ്ട ക്ഷതങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്ഷതമേറ്റു. ഞങ്ങൾ വഹിക്കേണ്ട കടങ്ങൾക്ക് വേണ്ടി അങ്ങ് കടഭാരം മുഴുവൻ ചുമന്നു. ഭാര്യമേരെ കുടിച്ചും ചുമന്ന് സഹിക്കാവുന്നതിൻ്റെ ഏറ്റവും അധികം സഹിച്ച് എല്ലാ കടങ്ങളും അങ്ങ് വീട്ടി. വിശുദ്ധ കുർബാന കടങ്ങളുടെ പൊറുതിക്കായി, പാപത്തിൻ്റെ മോചനത്തിനായി അർപ്പിച്ചുകൊണ്ട് ഓരോ ബലിയിലും അങ്ങ് കടങ്ങൾ വീട്ടുമ്പോൾ കർത്താവെ, ആത്മീയമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാത്ത കടങ്ങളും എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. മക്കൾ ജനിക്കാതെ പോയി, അങ്ങയിൽ വളരാതെ പോയി, വിശുദ്ധിയിൽ ജീവിക്കാതെ പോയി, കുദാശകൾ സ്വീകരിക്കാതെ പോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകളെ ഓർത്ത്, അതിൻ്റെ ഭാരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ അങ്ങേക്ക് പറ്റും. ധൂർത്തപുത്രനെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അവൻ്റെ കടഭാരം, അവൻ്റെ അവസ്ഥകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കർത്താവെ എല്ലാം അവന് തിരിച്ചു കൊടുത്തു. ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഭയെയും വൈദികരെയും സന്യസ്തരെയും എല്ലാവരും ഇതിനു മുമ്പിൽ സമർപ്പിക്കുന്നു. കടഭാരത്തിൻ്റെ കർത്താവെ, നിർണയിക്കാൻ പറ്റാത്ത കടഭാരം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, സഭയിലും വൈദികരിലും സന്യസ്തരിലും ഒക്കെ ഉണ്ട്. കർത്താവ്, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, എല്ലാ കടങ്ങളും വീട്ടണമേ, എല്ലാ അകൃത്യങ്ങളും ഏറ്റെടുക്കണമേ, എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കണമേ, പാപകടങ്ങളൊക്കെ പൊറുക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ഏറ്റവും എളിമയോടുകൂടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടൊക്കെ കിടക്കുന്ന, കുമിഞ്ഞു കിടക്കുന്ന കടബാധ്യതകളുണ്ട്. കടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന അവസ്ഥകൾ ഈ മേഖലയിൽ ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ കാണും, വ്യക്തി ജീവിതത്തിൽ കാണും. കർത്താവെ, എല്ലാ കടങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. കടഭാരത്തിൻ്റെ, കടബാധ്യതയുടെ ഉത്തരവാദിത്വം, ബാധ്യതകൾ പിശാചിന് അവസരം കൊടുത്തു, അവകാശം കൊടുത്തു. നാശത്തിലേക്കും ജപ്തിയിലേക്കും തകർച്ചയിലേക്കും ഒക്കെ ഞങ്ങൾ പോകാനിടയായതും ഈ കടബാധ്യതകളാണ്. എല്ലാം ഏറ്റെടുക്കണമേ കർത്താവെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്ന ബാധ്യതകൾ, ബന്ധനങ്ങൾ, ചില ആധിപത്യങ്ങൾ, ചില അവകാശങ്ങൾ
കടബാധ്യത വന്നാൽ ബാങ്കിന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നമ്മുടെ മേൽ അവകാശം കിട്ടും ജപ്തി ചെയ്യാൻ. അതുപോലെ നമ്മുടെ മേലുള്ള അവകാശം കിട്ടിയ പിശാച് നമ്മെ നശിപ്പിക്കാനും തകർക്കാനും കയറി ആക്രമിക്കാനും അവകാശവും ആധിപത്യം കിട്ടിയ എല്ലാ മേഖലകളും ഈശോയെ അങ്ങ് അവസാനിപ്പിക്കണമേ, അങ്ങ് എടുത്തു മാറ്റണമേ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഏറ്റവും എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ ആശീർവാദത്തിലൂടെ അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ എല്ലാ കടങ്ങളും എടുത്തു മാറ്റി കടബാധ്യതകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ വീണ്ടെടുക്കണമേ, പൊറുതി തന്ന് അനുഗ്രഹിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ നന്ദി കർത്താവ്, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ടാണല്ലോ അങ്ങ് കുരിശിൽ മരിച്ചത്. അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ അപരിമേയമായ യോഗ്യതയാൽ അങ്ങ് ഏറ്റെടുത്ത പീഡാസഹനങ്ങളുടെയും കടഭാരത്തിൻ്റെയും മേഖല യോഗ്യതയാൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കർത്താവെ കടങ്ങളുടെ പൊറുതി തന്ന് അനുഗ്രഹിക്കണമേ.